അങ്ങനെ ആദർശിനോട് നയന നല്ല അകലമൊക്കെ പാലിക്കുന്നുണ്ട്. ആദർശ് ആലോചിക്കാണ്, എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നൊക്കെ ആദർശ് ആലോചിക്കാണ്. എന്തായിരിക്കും അതിന്റെ കാരണമെന്നും അവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഹാളിലിരുന്നിട്ട് വളകാപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നവ്യ കരുതാണ്, ഇനി താമസിച്ചൂടാ, എത്രയും പെട്ടെന്ന് തനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം, എങ്ങനെയെങ്കിലും സ്റ്റെയറിൽ നിന്ന് താഴെ വീഴുന്ന പോലെ അഭിനയിക്കാം, എന്നിട്ട് കുഞ്ഞ് അബോട്ടായി പോയെന്നും പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നവ്യ അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നയന അടുക്കളയിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ആദർശം നയനയുടെ പിന്നാലെ തന്നെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ദേവയാനോട്, കണ്ടില്ലേ ഏട്ടത്തി, അവൻ അവരുടെ പുറകെ സാരിയെ തൂങ്ങി പോകുന്നത് കണ്ടില്ലേ? ഇത്രയും കാലമായിട്ടും ഈ ആദർശ് അടുക്കളയിൽ കയറണമെന്ന് ചോദിക്കുമ്പോൾ മുതശ്ശി പറഞ്ഞത്, നിനക്ക് എന്തിന്റെ കേടാ ജലജെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, അവര് ഭാര്യയും ഭർത്താവല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയാണ്, അതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്നവരെ ആദർശ് അടുക്കളയിൽ കയറി ചെയ്തിട്ട് അമ്മ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ അവൻ ഇങ്ങനെ കയറുന്നത്, ആ ഒരു അത്ഭുതം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ, അല്ലാതെ എനിക്ക് ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന അടുക്കളയിലേക്ക് പോകുമ്പോൾ അവളുടെ പുറകെ ചെന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ആദർശ്. ഈ സമയത്ത് നയന പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇന്ന് പോയി തിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നയന പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ ഓർത്ത് അടുക്കളയ്ക്ക് വന്നപ്പം എന്തൊരു ജാടയായത്. അതെ, എനിക്ക് ജാട തന്നെയാ, ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെയൊന്നും അടുക്കളയിലേക്ക് കയറ്റി ശരിയാവില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താതെ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ചോദിക്കാണ്, എന്താ നീ പറഞ്ഞത്, വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ? ഞാൻ എന്താ അതിന് മാത്രം തന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും ജോലി ചെയ്യുമ്പോഴേക്കും ആദർശ് ചോദിക്കാണ്, അല്ല നയന, നീ അന്ന് അമ്പലത്തിൽ പോയ കാര്യം പറഞ്ഞില്ലേ, ശരിക്കും അത് വഴിപാടിന് വേണ്ടി തന്നെയായിരുന്നു പോയതെന്ന് ചോദിക്കുമ്പോൾ നയന കത്തിയെടുത്ത് അവന്റെ നേരെ ചൂണ്ടാണ്. ഓ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയന മനസ്സിൽ കരുതാണ്, ഓ ഈ ഒരു കാര്യം അറിയാനായിരിക്കും അല്ലെ എന്റെ പുറകെ മണത്ത് നടക്കുന്നത്, ദുഷ്ടൻ, എല്ലാം ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് നടക്കല്ലേ എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിൽ പറയാൻ കേട്ടോ. ആദർശ ആലോചിക്കാണ്, ഇവക്ക് എന്തോ മാറ്റം സംഭവിച്ചു, ആ അമ്പലത്തിൽ പോയത് എന്തായാലും ആ വഴിപാടിന് വേണ്ടിയിട്ടൊന്നും അല്ല, മറ്റെന്തോ കാര്യം കൊണ്ട് തന്നെയാ, അല്ലാതെ ഇവളിങ്ങനെ മാറ്റം സംഭവിക്കില്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ആ രഹസ്യമൊക്കെ അറിയാം, അതെല്ലാരും മറച്ചു വെച്ചിരിക്കുക, എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്, കണ്ടുപിടിക്കണം എന്നിങ്ങനെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയനയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പൊ നയന കോൾ എടുത്തിട്ട്, ആ വിജി പറ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ കാണിക്കുന്നുണ്ട്. ആണോ, ഒയ്യോ, എന്താണ് സംഭവിച്ചേ? നിന്റെ അമ്മായിമ്മ ഭർത്താവോ? അത്രയ്ക്ക് ക്രൂരനാണോ അവര്? നിന്നെ സ്നേഹം കാണിച്ച് ഭർത്താവ് വഞ്ചിച്ചെന്നോ? അമ്മായിമ്മ അതിനെ കൂട്ടുനിന്നോ? അവരെ ഒന്നും വെച്ചേക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നയന ഏറുകണിട്ട് ആദർശം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് ഇവളുടെ അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ, എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോഴേക്കും നയന പറയാണ്, കേസോ കോടതിയോ നീ എന്ത് വെച്ചാൽ ചെയ്തു, അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ്, നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മളെ സ്ത്രീകളെന്ന് വെച്ചാൽ എന്താ, ഇവന്മാരുടെയൊക്കെ കളിപ്പാവകളാണോ? ഇവർക്ക് എപ്പോ വേണമെങ്കിലും സ്നേഹിക്കാനും എപ്പോ വേണമെങ്കിലും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നീ അതിനൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ്, എന്റെ ഹസ്ബൻഡിനോട് ഞാൻ അഭിപ്രായം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറയാണ്, ആദർശേട്ടാ കണ്ടില്ലേ എന്റെ കൂട്ടുകാരെ വിളിച്ചത്, അവളെ അവളുടെ അമ്മായിമ്മയും അവളുടെ കെട്ടിയവനിട്ട് ഉപദ്രവിക്കുവാണ്, ശാരീരിക ഉപദ്രവമില്ല, മാനസികമായിട്ട് അവളെ ഉപദ്രവിക്കുകയാണ്, ഭർത്താവാണെങ്കിലോ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മായിമ്മയാണല്ലോ ഭർത്താവിനെ കൂട്ടത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്, എന്താ അവരെയൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അവിടെ കേസ് കൊടുക്കാൻ പറ, അതാ ചെയ്യേണ്ടത്, ദുഷ്ടൻ, ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയോട് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് ആദർശിനോട്. കേട്ടില്ല എന്റെ ഭർത്താവ് പറഞ്ഞത്, അത് തന്നെയാ ചെയ്യേണ്ടത്, നീ ആദ്യം കേസിന് പോ, കേസും കോടതിയൊക്കെ നമുക്ക് നോക്കാം, അതിലും അവർ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അവരങ്ങ് തട്ടിക്കളഞ്ഞേക്കെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, നയന നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്, തട്ടിക്കളയാനോ? അതൊക്കെ വലിയ വിഷയമാകും, എന്തെങ്കിലും എടുത്ത് ഇയാൾ ചെയ്തു പോയ പിന്നെ കരകയറാൻ പറ്റാതായിപ്പോ നീ മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ, അല്ല അത് തന്നെയാ വേണ്ടത്, ഇങ്ങനെ ഭാര്യയെ ചതിച്ചിട്ട് ജീവിക്കുന്ന ഭർത്താവിനെ കൊല്ലുന്നത് തന്നെയാ നല്ലത്, നീ എന്തെങ്കിലും പ്ലാനൊക്കെ ആലോചിക്ക്, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ കട്ടാക്കാണ്. അപ്പോഴേക്കും ആദർശ് പിന്നാലെ പോയിട്ട് ചോദിക്കുകയാണ്, നയന നിനക്ക് എന്താ പറ്റിയേ, നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്, ഒരാളെ കൊല്ലാനൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്, അതൊക്കെയാണ് ആ കുട്ടി ചെയ്താലോ, ആ കുട്ടി ജീവിതം മൊത്തം അകത്ത് കിടക്കേണ്ട വരില്ലെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, വഞ്ചിക്കുന്ന ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണ്, അപ്പൊ ഒരു തൃപ്തിയിലും മനസ്സിന് കിട്ടുമല്ലോ എന്ന് നയനയും പറയുന്നു. ആദർശ് പറയാണ്, എങ്കിലും ഇത് കുറച്ച് കടന്നു പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു തുള്ളി പോലും കടന്നു പോയിട്ടില്ല, അത് തന്നെയാ വേണ്ടതെന്ന് നയന പറയുന്നുണ്ട്.
അപ്പോഴേക്കും മുത്തശ്ശി നയനയോട് മോളെ ഇച്ചിരി വെള്ളം കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയന നവിയെ പ്ലാൻ ചെയ്തതുപോലെ സ്റ്റെയറിൽ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ സ്റ്റെയറിൽ നിന്നും അവളെ വീഴുന്നത് പോലെ തന്നെ അഭിനയിച്ച് താഴേക്ക് ഉരുണ്ടു പഠിച്ച് വീഴുമ്പോഴേക്കും ഈ അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. നയനയാണെങ്കിലും ആ കൊണ്ടുവന്ന വെള്ളം ടേബിളിലേക്ക് വെച്ചിട്ട് നയനയും ഓടി അവളുടെ അടുത്തേക്ക് വരികയാണ്. ജാനകിയും ഓടിച്ചെന്നിട്ട് അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹാളിലേക്ക് മുത്തശ്ശനും ജയനും ആദർശം ഒക്കെ വരികയാണ്. അങ്ങനെ ദേവയാനിയും ജലജയാണെങ്കിലോ അനങ്ങാതെ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നവി വീണിട്ട് പോലും അവർ രണ്ടുപേരും അനങ്ങുന്നില്ല. നവീനെ അങ്ങനെ നയനയും ജാനകിയും ചേർത്ത് പൊക്കിയെടുത്ത് ഇരുത്താണ് സെറ്റിലിട്ട് കൊണ്ടുവന്നിട്ട്. തമിഴിലാണെങ്കിലോ നവി വീഴുന്നില്ല കേട്ടോ. നവിക്ക് തലയിറങ്ങുന്ന പോലെ കാണുമ്പോൾ തന്നെ നയന ഓടിച്ചെന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. നവി വീഴാതെ രക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അത് പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പം നവി വീഴുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വീണതിന് ശേഷം അതിനുശേഷം ഇങ്ങനെ ചർച്ച ചെയ്യണ എല്ലാവരും കൂടിയിട്ട് ഇത് ശരിയാവില്ല. ദേവയാനി ചോദിക്കുകയാണ്, ജലജ എന്താ നീ കാണിക്കുന്നത്? നിനക്ക് നിന്റെ മരുമകളെ ശ്രദ്ധിച്ചുവിടാൻ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാനെന്ന് ജലജ ചോദിക്കുകയാണ്. നീ നിന്റെ മകനും കൂടിയിട്ട് ഇവിടെ കാണാതായപ്പം എന്തൊരു പ്രകടനമായിരുന്നു ഇവിടെ കിടന്നുണ്ട് കരഞ്ഞു മെഴുകുകയല്ലായിരുന്നോ? എന്റെ കൊച്ചുമകനെ എന്റെ പേരക്കുട്ടിയെ കാണാതായി, എന്റെ മരുമോളെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് വിഷയമായിരുന്നു? അവള് തിരികെ വന്നപ്പോ നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ പോലും പാടില്ല എന്ന് ചോദിക്കാണ്. നവ്യയോട് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കൊന്ന് സൂക്ഷിച്ച് നടക്കത്തില്ല നവ്യ, നിന്റെ അവസ്ഥ നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോ സോറി വല്യമ്മേ, ഞാനതൊന്നും ഓർത്തില്ല, ശ്രദ്ധിക്കാതെ നടന്നല്ല, ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ കാല് സ്ലിപ്പായി പോയതാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയാണ് ഇവളെ നോക്കാനായിട്ട് ആരെയെങ്കിലും ഇവിടെ നിർത്തണം, അല്ലാതെ ജലജ നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയണം അയ്യോ അതൊന്നും വേണ്ട, ആരും നോക്കാനൊന്നും വേണ്ട, എൻ്റെ പ്രൈവസി പോയിട്ട് കൃത്യ അളവിൽ ഫുഡ് കഴിക്കാമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കൊന്നും കഴിക്കാൻ പോലും തോന്നില്ല എന്ന് പറയുകയാണ്. എന്നെ നോക്കാൻ ഇവിടെ നയനയുണ്ടല്ലോ, എന്നെ നോക്കാൻ ഒരാൾ വേണമെന്ന് നവ്യ പറയുമ്പം നയന ചോദിക്കുകയാണ് ചേച്ചിയും ഹോം നേഴ്സിനെ വെക്കണം തന്നെയാണോ പറഞ്ഞത് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം ഞാൻ ഹോം നേഴ്സിൻ്റെ കാര്യമില്ല, നിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നീ എന്നെ നോക്കിയാൽ മതി, അത്രത്തോളം വരില്ലല്ലോ ആര് നോക്കിയാലെന്ന് പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ് അല്ല അവൾ വീട്ടിലുള്ള ജോലികളും നിന്നെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അവൾ പിന്നെ എപ്പോഴാണ് അവളെ നോക്കുക? ആ പാവം രാവിലെ തൊട്ട് എഴുന്നേറ്റ് പണി ചെയ്ത് മടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ജയം പറയാണ് ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു ഹോം നേഴ്സിനെ തന്നെ ഇങ്ങോട്ടേക്കാക്കാം, അതായിരിക്കും നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ് ശരിയാ നവ്യയുടെ ഈ അവസ്ഥയിൽ അത് തന്നെയാണ് നല്ലത്, അല്ലാതെ മറ്റാരെ നോക്കിയൊന്നും കാര്യമില്ല, ഈ അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ വലിയ വിഷയമാകും, അത് മാത്രമല്ല ഡോക്ടർ വിളിച്ചും ചെക്കപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പെയിൻ പോലും ഇല്ലെന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഡോക്ടർ വിളിച്ച് ചെക്കപ്പ് ചെയ്യണമെന്നുള്ള കാര്യവും ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ ആകെപ്പാടെ വല്ലാണ്ടായി നിൽക്കുകയാണ്. ഈശ്വര ഇനി ഡോക്ടറെ വിളിച്ച് ചെക്കപ്പ് ചെയ്യുമ്പം എന്ത് ഞാൻ പറയും, ഇനി ഞാനിത് മാറ്റിയില്ലെന്ന് അറിഞ്ഞാൽ അവരെന്നെ ശരിയാക്കുമല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഓർക്കുകയാണ് എന്തായാലും ഞാൻ തറയിൽ വീണതല്ലേ, അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും അബോഷനായെന്ന് പറയിപ്പിക്കണമെന്ന് നവ്യ മനസ്സിലെങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.